ശ്രീരാമൻ ഞങ്ങളുടെ പൂർവികർ. ഇനിയുള്ള ജീവിതം ശ്രീരാമചന്ദ്രനെ ആരാധിച്ച് മുന്നോട്ട് പോകണം. ഗുരുപൂർണിമ ദിനത്തിൽ 151 മുസ്ലിങ്ങളാണ് കാശിയിൽ ഗുരുദീക്ഷ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ശ്രീരാമനെ പൂർവികനായി കരുതുന്ന മുസ്ലിം സമുദായത്തിലെ 151 പേരാണ് ഗുരുദീക്ഷ സ്വീകരിക്കുക. കാശിയിൽ ആദ്യമായാണ് ഇത്തരം ഒരു പരിപാടി നടക്കാൻ പോകുന്നത് എന്ന് പാതാളപുരി മഠത്തിലെ പീഠാധീശ്വർ ജഗദ്ഗുരു ബാലാചാര്യ പറയുന്നു. സനാതന പാരമ്പര്യം ഇത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് ഈ പരിപാടി മാതൃക സൃഷ്ടിക്കും. ഇനിയുള്ള കാലം ഇസ്ലാമിൽ നിന്ന് മാറി ശ്രീരാമദേവനെ പൂജിച്ചാകും ഇവർ കഴിയുക. ജഗദ്ഗുരു രാമാനന്ദാചാര്യർക്ക് മുന്നിൽ നിന്നാണ് സംഘം ദീക്ഷ സ്വീകരിക്കുക. ഗുരുപൂർണിമയിൽ പാതാളപുരി മഠത്തിൽ മഹത്തായ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി മുസ്ലിങ്ങൾ ശ്രീരാമനെ തങ്ങളുടെ പൂർവികനായി കണക്കാക്കുന്നുവെന്ന് പാതാളപുരി മഠത്തിന്റെ ട്രസ്റ്റിയും രാംപന്ത് പന്താചാര്യനുമായ ഡോക്ടർ രാജീവ് ശ്രീ ഗുരുജി പറഞ്ഞു. ഹോളി, ദീപാവലി, ശ്രീരാമ ആരതി തുടങ്ങിയത് മുസ്ലിം സ്ത്രീകൾ സംഘടിപ്പിക്കുന്ന ചില പരിപാടികളാണ്. ഇത് ലോകത്തിന് മുഴുവൻ വളരെ വ്യത്യസ്തമായ സന്ദേശം നൽകാറുണ്ട്. ദീപാവലി ദിനത്തിൽ വാരണാസിയിൽ മുസ്ലിം സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആരതി ഏറെ പ്രസിദ്ധമാണ്. വാരണാസിയിലെ ലമാഹിയിലുള്ള വിശാല ഭാരത് സംസ്ഥാനിലാണ് ദീപാവലി ദിനത്തിൽ ഈ പൂജ നടക്കാറ്. അയോധ്യ എന്നത് നമ്മുടെ തീർത്ഥാടനത്തിന്റെ പേരാണ്. അവിടെ ഹിന്ദ് ഇമാം ശ്രീരാമൻ വസിക്കുന്നു എന്ന് തുടങ്ങിയ ഗാനങ്ങളും ഇവർ ആലപിക്കാറുണ്ട്. ശ്രീരാമൻ നമ്മുടെ പൂർവികനാണ്. നമുക്ക് നമ്മുടെ പേരും മതവും മാറ്റാം, പക്ഷെ നമുക്ക് എങ്ങനെ നമ്മുടെ പൂർവികനെ മാറ്റാനാകും? ശ്രീരാമനെ സ്തുതിച്ചു പാടുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിടവ് കുറയ്ക്കുക മാത്രമല്ല, സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ കൂടിയവരുടെ വാക്കുകൾ. ഒരു മതത്തിൽ ജനിച്ച ആ ആചാരങ്ങൾ വിശ്വസിച്ച് ജീവിക്കുന്നവരെ മറ്റൊരു മതത്തിലെ ആചാരങ്ങളും പ്രാർത്ഥനയും പിന്തുടരുമ്പോൾ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും. അതിന്റെ ആവശ്യമില്ല. മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് ഒരാളും സ്വന്തം മതത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. രാമനാമത്തിന്റെ വെളിച്ചത്തോടെ അനീതിയുടെ അന്ധകാരം അപ്രത്യക്ഷമാകുന്നു. രാമന്റെ നാമം എല്ലായിടത്തും പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. രാമനിൽ നിന്ന് അകന്നിരിക്കുന്നവർ ആക്രമണത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരാകുന്നു. പലസ്തീനും ഇസ്രയേലും ഒക്കെ രാമന്റെ പാത പിന്തുടരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സമാധാനമുണ്ടാകൂ. രാമരാജ്യത്തിന് മാത്രമേ ലോകത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. അതിനാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും അറബി സംസ്കാരത്തെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. മുസ്ലിങ്ങൾ അവരുടെ പൂർവികരുമായി ബന്ധം പുലർത്തിയാൽ മാത്രമേ അവരെ ബഹുമാനിക്കൂ. ഇക്കൂട്ടത്തിൽ, അതായത് ഈ ആരതി ഒഴിയുന്ന കൂട്ടത്തിൽ, ദീപാവലി ദിനത്തിൽ ശ്രീരാമ ഭഗവാന് വേണ്ടി ആരതി ഒഴിഞ്ഞ കൂട്ടത്തിൽ നജ്മ പർവീൻ എന്നൊരു വനിത ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് നമുക്കൊക്കെ അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയെ കുറിച്ച് ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ ഒരു യുവതിയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള നജ്മ പർവീൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മെഗാസ്റ്റാർ എന്നാണ് നജ്മ തന്റെ പ്രബന്ധത്തിൽ മോദിയെ വിശേഷിപ്പിക്കുന്നത്. മുസ്ലിം സ്ത്രീകളുടെ ഈ ശ്രമം പരസ്പര ബന്ധം ശക്തിപ്പെടുത്താനും സമാധാനത്തിന്റെ സന്ദേശം നൽകാനും ഉതകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് PhD ചെയ്ത മുസ്ലിം വനിത നജ്മ പർവീൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കെ മോദി വികസനത്തിന്റെ മാതൃകയാണ് സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന് പ്രശസ്തി വളർന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2014 പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ രാഷ്ട്രീയ മുഖത്തെ ആകെ മാറ്റി. കാരണങ്ങളാലാണ് മോദിയെ ഗവേഷണ വിഷയമാക്കിയത്. രാമന്റെ മണ്ണിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളാണ് ബാലകരാമനെ കാണാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം എത്തിയത്. മതസൗഹാർദ്ദത്തിന്റെ വെന്നിക്കൊടി പാറിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം. കാവിക്കൊടികളും എന്തി ജയ ശ്രീറാം മുഴക്കി ബാലകരാമനെ കാണാനെത്തിയ മുസ്ലിം വിശ്വാസികൾ നൽകിയ സന്ദേശം വളരെ വലുതാണ്. അയോധ്യ അതൊരു വിചാരം മാത്രമല്ല, എന്നൊരു വികാരം കൂടിയാണ്. കോടാനുകോടി ജനതയുടെ പ്രാർത്ഥനാ കേന്ദ്രമാണത്. ഭാരതത്തിന്റെ പരിവർത്തനത്തിന് തുടക്കവും ആക്കവും കൂട്ടുന്ന ശ്രദ്ധാകേന്ദ്രം. നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഇതുവരെ അയോധ്യയുടെ മണ്ണിൽ എത്തിയിട്ടുണ്ട്. അഭിമാനമാണ് രാമൻ എന്ന് പ്രഖ്യാപിച്ചാണ് മുഗൾ സരായിലെ ഒരു നിയമ വിദ്യാർത്ഥിനി ഇക്ര അൻവർ ഖാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലെത്തിയത്. ഞാൻ തികഞ്ഞ മുസ്ലിം മതവിശ്വാസിയാണ്, 5 നേരം നിസ്കരിക്കുന്നവൾ. എന്നാൽ അതിന് എന്റെ സംസ്കാരം എന്തിനു മാറണം? അത് സനാതനമാണ്. ഗണേശനും രാമനും ലക്ഷ്മി ദേവിയും ഒക്കെ അതിന്റെ അടയാളങ്ങളാണ്. എന്റെ വീട്ടിൽ ഇവരെയൊക്കെ ആരാധിക്കാറുണ്ട്. ശ്രീരാമൻ എന്റെയും പൂർവികനാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. രാഷ്ട്രീയക്കാർ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിൽ വീഴരുത്. ശ്രീരാമ ക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ തീർച്ചയായും ഞാൻ എന്റെ രാമനെ കാണാൻ പോകും. ഇങ്ങനെ ചിന്തിക്കുന്ന നിരവധി മുസ്ലിങ്ങളുണ്ട്. മുംബൈയിൽ നിന്ന് കാൽനടയായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോയ മുസ്ലിം പെൺകുട്ടിയോട് എന്തുകൊണ്ട് അയോധ്യ എന്ന ഒരു ചോദ്യം ചോദിച്ചു. താനൊരു ഭാരതീയ സനാതന മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെയാണ് അയോധ്യ തന്റെ ലക്ഷ്യമായി മാറിയത് എന്നായിരുന്നു മറുപടി. എന്തായാലും ഒരുപാട് മുസ്ലിങ്ങൾ ഇതുപോലെ ശ്രീരാമനെ പൂർവികരായി ആരാധിക്കുന്നുണ്ട്. അത് ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ആചാര രീതിയാണ്, ഒരു ആരാധനാ രീതിയാണ്. ഒരിക്കലും സ്വന്തം മതത്തെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം മതത്തെ അവഗണിച്ചുകൊണ്ടോ അല്ല ഇവർ രാമനെ പൂർവികനായി ആരാധിക്കുന്നതും അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്കുള്ള ആചാരങ്ങൾ പിന്തുടരുന്നതും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മതസംസ്കാരം അതാണ് ഭാരതത്തിൽ ഉണ്ടാകേണ്ടത്. എല്ലാവരും ഒത്തുചേർന്നു പോകുന്ന ഒരു മതസംസ്കാരം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.